ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വെറ്ററൻസ് ഡേ ആണ്. അതായത് ആർമഡ് ഫോഴ്സസ് എന്ന പെൻഷനായ എല്ലാ പട്ടാളക്കാർക്കും ഇന്ന് ഇവിടെ വെച്ചൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. പട്ടാളത്തിൻ്റെ വണ്ടി ഓൾറെഡി വന്നിട്ടുണ്ട് കണ്ണൂർ ഗവൺമെൻറ് ആശുപത്രീൻ്റെ അടുത്തായിട്ട്. അപ്പോൾ അവിടെ ഒരു വലിയൊരു ഓഡിറ്റോറിയം ഉണ്ട്, ഓപ്പൺ രാമചന്ദ്ര ഓപ്പൺ തിയേറ്റർ. ഈ സ്ഥലത്താണ് നമ്മുടെ പരിപാടി. അനേകം എക്സോറൈസ്മാൻമാർ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ അനിൽ സാറാണ്, ഓർഡിനറി ക്യാപ്റ്റനായിട്ട് പെൻഷനായ നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ അനിൽകുമാർ സാറ് 60 വർഷം തികഞ്ഞതിൻ്റെ സന്തോഷത്തിലാണെന്ന് കാത് കുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് പരിശോധിച്ച് കണ്ടു. നല്ല രസമായിട്ടുണ്ട്. ഒരു വലിയൊരു ഫംഗ്ഷൻ തന്നെയാണ്. ഈ ഒരു ഫംഗ്ഷൻ കണ്ണൂർ മാത്രമല്ല, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും കൂടാതെ ഇന്ത്യയിൽ തന്നെ എല്ലാ ഭാഗങ്ങളിലും ഈ ഒരു ഫംഗ്ഷൻ ഈ ഒരു ദിവസം ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആർമഡ് ഫോഴ്സസിൽ നിന്നും പെൻഷനായി വന്നിട്ടുള്ള എല്ലാവർക്കും എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം തീർക്കുക എന്നാണ് ലക്ഷ്യം. അത് പെൻഷൻ കിട്ടുന്നതിലോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നതിലോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യത്തിലോ അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇത് ഓർഗനൈസ് ചെയ്തത് കണ്ണൂർ DSC സെൻറ്ററാണ്. സ്റ്റേഷൻ കമാൻഡറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടനം ചെയ്യുന്നതിനുള്ള വിശിഷ്ട വ്യക്തികൾ എത്തിച്ചേർന്നിട്ടില്ല. ബാക്കി വെറ്ററൻസ് ഏകദേശം എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം എക്സർവീസ്മാൻമാരാണ്. കണ്ണൂർ ജില്ലയിലുള്ള എല്ലാവരൊന്നും ഇല്ലെങ്കിലും ഏകദേശം ഒരു 10-25% ആൾക്കാർ ഇവിടെ പ്രസൻ്റ് ആയിട്ടുണ്ട്. ആർമഡ് ഫോഴ്സിൽ നിന്നും വിരമിച്ച പട്ടാളക്കാരെയാണ് വെറ്ററൻസ് എന്ന് പറയുന്നത്. എയർഫോഴ്സ്, നേവി, ആർമി അവരും അവരുടെ ഫാമിലീസും ആണ് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് വെറ്ററൻസ് ഡേയിൽ. അപ്പോൾ അവരെയാണ് നമ്മൾ ഈ പുറകിലിരിക്കുന്നത്. എല്ലാവരൊന്നും ഇല്ലെങ്കിലും ബഹുഭൂരിപക്ഷം വെറ്ററൻസും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വെറ്ററൻസ് ഡേയുടെ ഭാഗമായി സ്റ്റേജിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ബാനറാണ് നമ്മൾ ഈ കാണുന്നത്. ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സ് സെൻറ്റർ കണ്ണൂർ, വെറ്ററൻസ് ഡേ 2025. കേണൽ PS നാഗ്ര, കമാൻഡൻറ്റ് DSC സെൻറ്റർ കണ്ണൂർ, സ്റ്റേഷൻ കമാൻഡർ. ഇവരാണ് ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല, ഉടൻ തന്നെ വരുന്നതായിരിക്കും. നമ്മളെ സ്വീകരിക്കാൻ ഇവിടെ DSC സെൻറ്ററിൻ്റെ ബാൻഡ് ടീം ഓൾറെഡി ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അവരെ ബാൻഡ് പ്രസൻറ്റേഷൻ കൂടി ഇവിടെ നടക്കുന്നതായിരിക്കും. SBIയുടെ പ്രതിനിധികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എക്സർവൈസ്മാനായ വെറ്ററൻസിൻ്റെ പെൻഷൻ അക്കൗണ്ട് അത് DSP അക്കൗണ്ടിലേക്ക് മാറിയാൽ നമുക്ക് മരണശേഷം അഥവാ ഒരു അപകട മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 30 ലക്ഷം മുതൽ 50 ലക്ഷം വരെ ഇൻഷുറൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിലേക്ക് എല്ലാവരും DSP അക്കൗണ്ടിലേക്ക് മാറണം എന്ന നിർദ്ദേശം തരാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. DSC ബാൻഡിൻ്റെ ചെറിയൊരു പ്രസൻറ്റേഷനാണ്. മുന്നിലത്തെ നിരയിൽ ഇരിക്കുന്നത് റിട്ടയർഡ് ഓഫീസേഴ്സാണ്. ഞാനും എൻ്റെ സുഹൃത്തായ അനിൽകുമാർ സാറും ഇരിക്കുന്നത് 2ാമത്തെ നിരയിലാണ്. കേണൽ PS നാഗ്ര, കമാൻഡൻറ്റ് DSC സെൻറ്റർ കണ്ണൂർ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇവരാണ് നമ്മളെ ഉദ്ഘാടകൻ. ഈ ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്തതും DSC സെൻറ്ററാണ്. അപ്പോൾ DSC സെൻറ്ററിൻ്റെ കമാൻഡൻ്റാണ് ഇദ്ദേഹം. ഡെപ്യൂട്ടി കമാൻഡൻ്റാണ് സ്വാഗതം ചെയ്യുന്നത് എല്ലാവരെയും. ഇന്നേ ദിവസം നമ്മളൊരു പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ നമ്മുടെ ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ തന്നെ രാജ്യത്തിന് വേണ്ടി ജീവൻ പ്രേരിപ്പിച്ച നമ്മുടെ സഹോദരങ്ങളെയും ബഹുമാനപൂർവ്വം സ്മരിക്കുന്നു. The ECHS application process, and if you talk about the treatment management also, that has
undergone digitalization. This is in line with the changes that are taking place in the nation towards Atmanirbhar Bharat. There have been many changes. Respected Commandant, DSC Center, officers, and all ranks of DSC Center, and my dear veterans. Firstly, I'd like to thank the DSC Center, the Commandant, for organizing this. ഉദ്ഘാടനം കഴിഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം എല്ലാവരെയും ചായ കുടിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ചായ കുടിച്ചതിന് ശേഷം ഇവിടെ 3 ഡെസ്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒന്ന് SBIയുടേതാണ്, 2 സ്പർശിൻ്റെതാണ്, 3 നമ്മുടെ ക്യാൻറ്റീൻ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെതാണ്, 4മത്തതൊന്ന് ECHSൻ്റെതാണ്. നമുക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ നമുക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തീർപ്പ് കൽപ്പിക്കാവുന്നതാണ്. ചായയും സ്നാക്സും എല്ലാം അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ പോയി ചായ കുടിച്ച് വന്നതിന് ശേഷം രണ്ടാമത് നമുക്ക് ഈ ഡെസ്കിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പട്ടാള സർവീസ് കഴിഞ്ഞതിന് ശേഷവും പട്ടാളം എന്നും നമ്മളെ കൂടെ തന്നെയുണ്ട് എന്നതിൻ്റെ ഒരു വ്യക്തമായ തെളിവാണ് ഈ ഒരു ഫംഗ്ഷൻ.